നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ആൻസർ കൂടിയാണ് ആ ഒരു വാട്സപ്പിനകത്തുള്ള പുതിയ ഫീച്ചർ. ഏതാണ് നോക്കാം, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാകും. നമുക്ക് പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പുകളിൽ വോയിസ് ചാറ്റിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാണ്. നമ്മുടെ തന്നെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ഒരു വോയിസ് ചിഹ്നം കാണാൻ സാധിക്കും. ഈ വോയിസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ, അതായത് നമ്മൾ ഈ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്താൽ ഇവിടെ കാണാൻ വോയിസ് ചാറ്റ് എന്നുള്ള ചിഹ്നം. പല ആളുകൾ ആരെങ്കിലും ഒരു വ്യക്തി ഈ വോയിസ് ചാറ്റിൽ ക്ലിക്ക് ചെയ്ത് പിന്നെ ആ ഒരു വോയിസ് ചാറ്റിൻ്റെ ലിസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ കാണും. അവിടെ വെച്ച് ആര് ടാപ്പ് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ വോയിസ് ചാറ്റിലേക്ക് മാറും. പലപ്പോഴും പല ആളുകൾക്ക് ഡിസ്റ്റർബ് ആകാറുണ്ട്. അപ്പോൾ പല ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ അതിൽ വെച്ച് ക്ലിക്ക് ചെയ്യും, എന്നിട്ട് വോയിസ് ചാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വലിയ ശല്യമായിട്ട് കഴിഞ്ഞ അപ്ഡേറ്റിൽ വാട്സപ്പിനകത്ത് വന്നതാണ്. ഒരുപാട് പേര് അതങ്ങനെ ഓഫ് ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ ആ ഒരു ഫീച്ചർ എത്തിയിട്ടുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ ഓഫ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ കാണുന്ന ഭാഗത്ത് നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. പുതിയൊരു ഫീച്ചർ വന്നിരിക്കുന്നത് വോയിസ് ചാറ്റ് എന്നുള്ളൊരു ഫീച്ചർ. ഇവിടെ മ്യൂട്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എത്ര ദിവസത്തേക്കാണെങ്കിൽ എത്ര മണിക്കൂറിലേക്കാണ് നമുക്ക് ഇത് ഓഫ് ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തത് 8 മണിക്കൂർ സമയത്തേക്ക്, അല്ലെങ്കിൽ ഒരു വീക്ക്, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും അവസാനത്തെ ഓൾവേസ് എന്നുള്ളിടത്ത് കൊടുത്ത് ഓക്കെ കൊടുത്താൽ പിന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു വോയിസ് ചാറ്റിൻ്റെ മെസ്സേജ് ശല്യവും നിങ്ങൾക്ക് വരില്ല. അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വെറുതെ ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ വരുന്ന ശല്യമുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.